ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എഗ്ഗ് കൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ കൊടുക്കാൻ പറ്റിയ വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എഗ് 65. അപ്പോൾ എങ്ങനെയാണ് എഗ് 65 ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. എഗ് 65 ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 മുട്ടയുടെ വെള്ളയാണ് എടുത്തിരിക്കുന്നത്. 5 മുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ മഞ്ഞക്കരു മാറ്റി വെച്ചിട്ട് വെള്ള മാത്രം എടുത്തിട്ട് അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ് ഇത് നമുക്ക് വേറൊരു വലിയ ബൗളിലോട്ട് മാറ്റാം. ഞാൻ ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇടാൻ പോകുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാലയാണ്. പിന്നെ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ കുറച്ച് ഉപ്പ്. പിന്നെ ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച കുറച്ച് ഇഞ്ചി ഇടുന്നുണ്ട്. പച്ചമുളക് 2 എണ്ണം, കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇടുന്നുണ്ട്, ചോളത്തിൻ്റെ പൊടി. കോൺഫ്ലോറിൻ്റെ പൊടി ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമുക്ക് കടലപ്പൊടി ഉപയോഗിച്ചാലും മതി. പിന്നെ കുറച്ച് ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. നമ്മൾ ഇതിനകത്തോട്ട് മുട്ടയുടെ മഞ്ഞ ഇടില്ല, ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഫ്രൈ ചെയ്യുമ്പം ശരിക്കും കിട്ടില്ല, പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് മുട്ടയുടെ മഞ്ഞക്കരി ഇടാത്തത്. ഇനി അതിനകത്തോട്ട് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മുട്ട ഒഴിക്കുകയാണ്. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനത് കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ലോണം ചൂടായിട്ടാകുമ്പോൾ കുറച്ചായിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഞാൻ ഒരു ചെറിയ കഷ്ണം ഇട്ട് നോക്കി. ഇനി ഞാൻ ഇതുപോലെ ഉരുളിയാക്കിയിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ്. തീ ഒരുപാട് കുറച്ച് വെക്കണ്ട കേട്ടോ, ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് വെച്ചാൽ മതി. മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിങ്ങനെ ഉരുട്ടിയിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരുപാട് ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്, അപ്പം എല്ലാം കൂടെ കുക്കാവില്ല. ഇതിപ്പം ഞാൻ എല്ലാം ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും ഇതിൻ്റെ മിക്സ്ചറിൻ്റെ മാവിൻ്റെ കൺസിസ്റ്റൻസി നോക്കണം. മുട്ട ഇട്ടിട്ട് കുറച്ച് ലൂസ് ആണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ അതിനകത്തോട്ട് കോൺഫ്ലോർ ആഡ് ചെയ്തിട്ട് കുറച്ചുകൂടെ ടൈറ്റ് ആക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇത് നമുക്ക് ഇതിങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടിപ്പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഇത് ഒരു സൈഡ് ആയിട്ടാകുമ്പോൾ ഇങ്ങനെ മറ്റേ സൈഡും കൂടെ മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് 2 സൈഡും. ഞാനിത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തത്. ഇനി നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ എഗ്ഗെല്ലാം ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ ഇവിടെ വെച്ചിട്ട് കുറച്ച് സോസൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് കുറച്ചുകൂടെ അടിപൊളിയാക്കി എടുക്കണം. ഞാനിവിടെ ആ സെയിം പാനിൽ എണ്ണ മാറ്റിയിട്ട് കുറച്ച് എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തോട്ട് ഞാൻ കുറച്ച് ഗാർലിക് ഇട്ട് കൊടുക്കുകയാണ്. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി, 2 വലിയ വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തത്. ഗാർലിക് ആയിട്ട് വരുമ്പോൾ ഞാൻ ഇതിനകത്തൊരു 3-4 ഉണക്കമുളക് ഇട്ടിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിനകത്തോട്ട്. ഇനി ഞാൻ അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിക്കുവാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ചില്ലി സോസ് ഉണ്ടെങ്കിൽ ചില്ലി സോസ് ഒഴിക്കാം, അല്ലെങ്കിൽ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. വളരെ കുറച്ച്, ഒരു 1/4 ടീസ്പൂൺ. പിന്നെ കുറച്ച് ഉപ്പ്, ഓൾറെഡി ഉപ്പുണ്ട്, വളരെ കുറച്ച് ഉപ്പ് മതി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇതിട്ട് കൊടുക്കാം.
എന്നിട്ട് നമുക്കിതൊന്ന് എല്ലാ ഭാഗത്തോട്ടും ആക്കി കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തോട്ടും കെച്ചപ്പ് ആക്കിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ് എഗ് 65 ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളതിൽ ചില്ലി സോസ് ഉണ്ടെങ്കിൽ ചില്ലി സോസ് എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്ത് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള എഗ് 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അഭിപ്രായങ്ങളും അറിയിക്കണം. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു എവരിവൺ.